പ്രീതേച്ചി, ഏറെ സങ്കടകരമായ ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നു. അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, അർജുൻ്റെ ലോറിയുടെ ഉടമയായ മനാഫ് പറഞ്ഞതാണ്, ഇനി ഞാൻ എടുക്കുന്ന എല്ലാ ലോറിക്കും പേര് അർജുൻ എന്നായിരിക്കും. എന്ത് തോന്നുന്നു? അതായത് നമുക്ക് ഈ മുതിർന്നവരുടെ ദുഃഖത്തെക്കാളും കുട്ടികളുടെ ദുഃഖം, അതായത് കുട്ടികളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കും. കാരണം ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കും അല്ലേ. അപ്പോൾ അർജുൻ്റെ മകന് വേണ്ടി അർജുൻ വാങ്ങി കരുതിയിരുന്ന ആ ലോറി, കളിപ്പാട്ട ലോറി, അത് ആ ലോറിയിൽ നിന്ന് കിട്ടിയപ്പോൾ എല്ലാവരും ആ കുഞ്ഞിൻ്റെ മുഖമാണ് ഓർത്തത്. അപ്പോൾ ആ കുഞ്ഞിന് അനാഥനാണ്. എത്ര പറഞ്ഞാലും എല്ലാവരും പറയും ഒരു കുട്ടിയുടെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛനായിരിക്കും. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ നമ്മുടെ സിനിമാ താരങ്ങളും സൂപ്പർ ഹീറോസ് എല്ലാം. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ അത് അവൻ്റെ അച്ഛനായിരിക്കും. അവൻ്റെ കൈപിടിച്ച് നടത്താനായാലും എന്തിനായാലും, ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, അച്ഛൻ ആണ് അവരുടെ ആദ്യത്തെ ഹീറോ. ആ ഹീറോയാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനി ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദൃശ്യം, എനിക്ക് തോന്നുന്നു എല്ലാ മീഡിയയും ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് വളരെ ദുഃഖത്തോടെ മാത്രമേ നമുക്കും അത് കാണാനും അത് വായിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അനിയൻ അഭിജിത്താണ് പറഞ്ഞത്, ഇത് അർജുൻ വാങ്ങി മകന് വേണ്ടി കരുതിയിരുന്നതാണ്. പിന്നീട് അത് തിരികെ പോയപ്പോൾ കളിപ്പാട്ട വണ്ടിയും അർജുൻ കൂടെ കൊണ്ടുവരുന്നു. അത് ചിലപ്പോൾ ഈ വണ്ടി കൂടെ കൊണ്ടുപോയത് തന്നെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്കൊരു മുൻവിധി, ഉള്ളിൽ ചില തോന്നലുകൾ വരൂലേ, അതിൻ്റെ ഭാഗമായിട്ടാണ്. മകൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ഈ ലോറി അർജുൻ വാങ്ങിക്കൊണ്ട് വന്നതല്ല, അത് മകന് വേണ്ടി കളിക്കാൻ കൊണ്ടുവന്നതല്ല, നേരത്തെ വാങ്ങിക്കൊടുത്ത ലോറി ആ വണ്ടിയിൽ കരുതിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളിപ്പാട്ടം കാണുമ്പോൾ എല്ലാവരുടെയും ഹൃദയം വല്ലാതെ തേങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മൾ ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യവും TV ചാനലിലൂടെ മാത്രമല്ല അറിയുന്നത്, സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും കൂടുതൽ ഇടപഴകുന്നത്. ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയാമല്ലോ ഇതിൽ. അതായത് ഈ മതവും ഇതും കൂടെ കൂട്ടിക്കലർത്തുന്ന ഒരു പ്രവണത, അത് ഇപ്പം മുതലല്ല, നേരത്തെ മുതലേ ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടായാലും മതം കൂട്ടിക്കലർത്തുന്ന ഒരു കാര്യം. അപ്പോൾ ആരോ ഷെയർ ചെയ്തൊരു പോസ്റ്റിലാണ് കാണുന്നത്, ഈ മനാഫ് ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അർജുൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട് നിയമ നടപടി നേരിടേണ്ടി വരും. അത് കാരണം സോഷ്യൽ മീഡിയ ആർക്കും എന്തും വിളിച്ചു പറയാനുള്ളൊരു ഇടമായി മാറിക്കഴിഞ്ഞു. ഈ ദുരന്ത ഭൂമിയിലെ വാർത്തകൾക്ക് പോലും ഫേക്ക് ഐഡികളിൽ വന്ന് വളരെ മോശമായിട്ട് യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ പറയുന്നു. അവർ മനാഫിനെതിരെ പറയുന്നുണ്ട്. എന്ത് പറയുന്നു, മനാഫിൻ്റെ ലോറിക്ക് 50 ലക്ഷം രൂപ വിലയാവും. അപ്പം ഒരു സൗദിയിലെ ഒരു കുഞ്ഞിന് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ പിരിച്ചെടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിയും എന്നൊരു പോസ്റ്റ്, ആ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അടുത്ത ആക്രമണങ്ങൾ. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കരുതുമായിരുന്നു മനാഫ് ഒരു നന്മമരമായിരുന്നു എന്ന്. ഇപ്പം നമ്മൾ ചാനലിലൂടെയൊക്കെ കണ്ടു, മനാഫ് കണ്ണീരോടെയാണ് ഈ കാര്യം പറയുന്നത്. അതായത് അർജുൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, അവനെയും കൊണ്ടേ ഞാൻ വരുള്ളൂ, അവനില്ലാതെ ഞാൻ അവിടെ നിന്ന് തിരികെ പോയില്ല എന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഇമോഷണലി നോർമലി അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. അത് അയാളുടെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം, അയാളത് ശരിക്കും ഉള്ളിൽ നിന്ന് വന്ന് തന്നെയാണ് പറയുന്നത്. ഒന്നിച്ച് ജോലി ചെയ്ത ഒരാൾ നദിയുടെ ആഴങ്ങളിലേക്ക് പോയി 71 ദിവസത്തിന് ശേഷം അയാളുടെ മൃതശരീരം അതും ജീർണിച്ച അവസ്ഥയിൽ കിട്ടുന്നു. അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണത്. അപ്പോൾ ആ വിഷമം പോലും മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം മനസാക്ഷിയില്ലാത്ത ഓരോ കുറിപ്പുകൾ ആൾക്കാർ തയ്യാറാക്കുന്നത്. അതായത് അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇമോഷൻസ് കാണിക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഈ പറയുന്നവർ ആലോചിക്കണം, ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഈ ലോകത്തോടുള്ളത്. പലരും നിങ്ങളൊക്കെ ഈ ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, ചില വീഡിയോയ്ക്കടിയിലൊക്കെ കാണാറില്ലേ കമൻറ്റുകൾ, ഇവർ ഈ ചില മോഡൽസിൻ്റെ ചില ചിത്രങ്ങൾക്കിടെ അടിയിൽ ഇവരൊക്കെ ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്, എന്ത് ഉപകാരമാണ് നൽകുന്നത് എന്നിവർ തന്നെ ചോദിക്കാറുണ്ട്. ഈ ഫേക്ക് ഐഡിക്കാർ അവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരാൾ മനസ്സ് തകർന്ന് വിഷമത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളൊന്നും അല്ല അതിനെ പറയേണ്ടത്. എന്ത് കോപ്രായങ്ങളാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. അവർക്കുമില്ലേ ഈ മനസാക്ഷി എന്ന് പറയാം. ഫേക്ക് ഐ ഡി കൂടെ ആയാലും അവരൊരു മനുഷ്യരല്ലേ, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലേ എന്ന് മാത്രമേ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളൂ. തീർച്ചയായിട്ടും മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫിൻ്റെ കുടുംബത്തിൽ അംഗം പോയതിൻ്റെ അതേ ദുഃഖത്തിലാണ് മനാഫ് ഗംഗാവലി പുഴയുടെ തീരത്ത് നിൽക്കുന്നത്. അർജുൻ്റെ ലോറിയൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കുമ്പോൾ മനാഫിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ലോറിയല്ല, അതിനുള്ളിലെ ജീവൻ അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മനാഫിന്
ഇപ്പോൾ പലരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പലരും നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇയാൾ നന്മമരം കളിക്കുന്നതാണ്, ഇൻഷുറൻസ് തുക കിട്ടും, ആ ലോറി കിട്ടിയാലേ ഇൻഷുറൻസ് തുക കിട്ടുകയുള്ളൂ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഇയാൾ ഇതിൻ്റെ പുറകെ നടന്നതെന്നൊക്കെ പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷേ ഒരു 2 വരി കവിത, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും കൊതുകിന് എന്താണ് പ്രിയം, വ്യക്തമാണ് പ്രിയം, അതെ, നിണമാണ് പ്രിയം, അത്രേ ഉള്ളൂ. ഈ നല്ല വാർത്തകൾക്കിടയിലും ഈ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതിനിടയിലെ നന്മകൾക്കിടയിലും അതിലെന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ നമ്മൾ ഈ കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത് സുരേഷ് ഗോപി ശവമഞ്ചം പിടിച്ചെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയ കടന്നാക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് റിയാസിനെ ആരും കടന്നാക്രമിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരെ ആക്രമിച്ചാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, അതെ, അത് നോക്കി ഇപ്പോൾ പിന്നെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫിന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അയാളുടെ ലോറി പോയി അയാൾക്ക് ഇൻഷുറൻസ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും മനാഫിന് അവിടെ വന്ന് നിൽക്കേണ്ട, ഈ 71 ദിവസം അർജുന് വേണ്ടി കാത്തിരിക്കേണ്ട, അർജുന് വേണ്ടി ഈ തിരച്ചിൽ നടത്താനൊപ്പം കൂടണ്ട, ഇതൊന്നും ചെയ്യണ്ട. ആ ലോറിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടി അടുത്ത മനാഫിന്റെ കുടുംബത്തിലുള്ള ഒരാളല്ല നഷ്ടപ്പെട്ടത്. അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിലേക്ക് കടക്കാം. പക്ഷേ 4 മക്കൾ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 മക്കൾ ഇനി വരുന്ന ലോറിക്കെല്ലാം അർജുൻ്റെ പേര് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിൽ തട്ടി ഉണ്ടാകുന്ന ഒരു വേദനയ്ക്കപ്പുറം എൻ്റെ കൂടെ എപ്പോഴും അർജുൻ എന്ന ആൾ ഉണ്ടാകണം എന്നുകൂടി ആ മനുഷ്യസ്നേഹി വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യസ്നേഹം എന്ന് പറയുന്ന അപൂർവം ചിലരിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടി മനുഷ്യത്വം കാണിക്കുന്നവരുണ്ട്, അല്ലാണ്ട് മനുഷ്യത്വം കാണിക്കുന്നവരുണ്ട്. അല്ലാതെ കാണിക്കുന്ന ആളാണ് മനാഫ്. അയാൾ ഒരുപക്ഷെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പറയുന്നത് എന്താ, ഒരു സങ്കടമല്ല, ഒരു കുലുക്കവുമില്ല, വണ്ടി കിട്ടിയല്ലോ, ഇനിയിപ്പോ ഇൻഷുറൻസ് കിട്ടുമല്ലോ, ഇനിയിപ്പോ അത് മതി, അതിനാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. ഇപ്പൊ കരഞ്ഞാലും പറയും, കരഞ്ഞില്ലെങ്കിലും പറയും. രണ്ട് പക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അർജുനിനി ഇല്ല, ഇനിയിപ്പോൾ DNA ടെസ്റ്റ് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ലോറിയിൽ നിന്ന് ഷർട്ട് കിട്ടിയിട്ടുണ്ട്, കൊണ്ടുപോയ സാധനങ്ങളുടെ കുറച്ച് എല്ലാം കിട്ടിയിട്ടുണ്ട്. മകൻ്റെ കളിപ്പാട്ടം ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ തിരിച്ചു വന്നില്ലെങ്കിലും മകൻ്റെ കളിപ്പാട്ടം തിരിച്ച് വീട്ടിലെത്തി എന്ന് പറയുന്നതാകും കുറച്ചുകൂടി യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ലോറികൾ മാത്രം ബാക്കിയായി എന്നൊരു ക്യാപ്ഷൻ ഞാൻ കണ്ടായിരുന്നു. അതെ, ലോറികൾ മാത്രം ബാക്കിയായി, അർജുൻ പോയി, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ എവിടെയെങ്കിലും ഇരുന്ന് ഈ ഇടുന്ന കമൻറ്റോളികൾ ഒഴിച്ചാൽ മറ്റാരും ഈ ഒരു ചെറിയ കുഞ്ഞ്, അതായത് ഒരു പക്വത എത്തിയ ബുദ്ധിവികാസം വന്ന ഒരു കുഞ്ഞു പോലും ചിലപ്പോൾ അർജുൻ മാമ തിരിച്ചു വരും എന്ന് പറയുന്ന രീതിയിലേക്കായിരിക്കും പോയിട്ടുള്ളത്. പക്ഷേ ഇത്തരം വിമർശനങ്ങൾ ആ കുടുംബത്തെ എത്രമാത്രം ഒരിക്കൽ ഈ അർജുൻ മരണപ്പെട്ടൊരു അർജുനെ കാണാതെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ കുടുംബത്തോട് പറയുന്ന കേട്ടു അവർക്ക് സങ്കടമില്ല എന്ന്, അവരുടെ മുഖത്തൊന്നും സങ്കടമില്ല എന്ന്. അവരെന്താ നെഞ്ചിലടിച്ച് ക്യാമറ വരുമ്പോൾ അഭിനയിക്കണോ? അല്ല, നമ്മുടെ നാട്ടുകാരുടെ ഒരു എപ്പോഴും സങ്കടത്തോടെ കരഞ്ഞു വിളിച്ചിരിക്കുന്നവരോട് സിമ്പതി, സഹതാപം പ്രകടിപ്പിക്കാനാണ്. അല്ല, ഒരു മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പല നാട്ടിൻപുറങ്ങളിലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭാര്യ കരഞ്ഞില്ലല്ലേ, ഭർത്താവുമാണ് മരിക്കുന്നെങ്കിൽ മക്കളൊന്നും കരഞ്ഞില്ലല്ലേ, ചുമ്മാ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു സിനിമാ താരം മരിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസ് പോയപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു, സൺഗ്ലാസ് വെച്ചിരുന്നു എന്നതുകൊണ്ട് രഞ്ജിനിയെ കുറെ പേര് വിമർശിച്ചു. അതായത് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മരണം നടന്നാൽ അവിടെ പോയി നമ്മൾ കരയണം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ നെഞ്ചിലടിച്ച് കരഞ്ഞാർത്ത് വിളിക്കണം, അല്ലെങ്കിൽ അവർ ഈ മരണം പ്രതീക്ഷിച്ചിരുന്നത് പോലെയാണ്, ഇയാൾ മരിച്ചു പോട്ടെ എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഞങ്ങളെന്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നെഞ്ചത്തടിച്ച് കരയണോ, ഞങ്ങളെന്താ പിന്നെ ഞങ്ങൾ കരയുന്നുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ ഞങ്ങൾ കരയുന്നുണ്ട്, ഞങ്ങൾ നിലവിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ ദുഃഖം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, നാട്ടുകാരത് കണ്ട് ആഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രം എടുക്കുന്ന ചില മീഡിയാസ് ഉണ്ട്. അതിനുശേഷം ഒരു ഓൺലൈൻ മീഡിയ അവിടെ പോയി കൊച്ചിനോട് ചോദിക്കുന്നു, ചേച്ചിയുടെ ശ്രദ്ധയില്ലാതെ ആ ഓൺലൈൻ മീഡിയക്കെതിരെ കേസൊക്കെ എടുത്താൽ കൊച്ചിനോട് ചോദിക്കുന്നു അച്ഛൻ എന്ന് വരുമെന്ന്. ആ പിഞ്ചു കുഞ്ഞാണ്, അതിനെന്തറിയാം? ചിലപ്പോൾ അതിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട കാര്യം പോലും ആ മകൻ അറിയില്ല. അച്ഛൻ തിരിച്ചു വരും, അച്ഛൻ കളിപ്പാട്ടം വാങ്ങാൻ പോയേക്കുക, അച്ഛൻ തിരിച്ചു വരുമെന്നായിരിക്കാം.
മറ്റൊന്നും ആലോചിക്കാതെ ഒരു ചെറിയ കുട്ടിയെ കളിപ്പിക്കുന്ന ലാഘവത്തോടെ ആ റിപ്പോർട്ടർ ചോദിക്കുന്നതാവാമെന്ന് വിചാരിച്ചാൽ പോലും മുന്നേ ക്യാമറ ഉണ്ടെന്ന കാര്യം മറക്കരുത്. ആ കുഞ്ഞുണ്ട് അവിടെ. കുഞ്ഞിനോട് ചിലപ്പം വെറുതെ കാഷ്വലായിട്ട് കുഞ്ഞിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛൻ എന്ന് വരും. നമ്മൾ പിള്ളേരെ കളിപ്പിക്കില്ലേ, അച്ഛൻ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചാൽ ഇതൊന്നും ഓർത്ത് കാണില്ല, ചോദിച്ചതായി. പക്ഷെ ഒരു കാര്യം ആ റിപ്പോർട്ടർ ഓർക്കേണ്ടതാണ്, അപ്പുറം ക്യാമറയിൽ ക്യാമറയുടെ അപ്പുറം ഈ നാട്ടുകാർ മുഴുവൻ ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ആ റിപ്പോർട്ടറെ വിമർശിക്കുന്നതല്ല, ഉപജീവന മാർഗമാണ്. അതിൽ എന്തും ചെയ്ത് റീച്ച് കൂട്ടണമെന്ന് മുകളിലിരിക്കുന്നവർ പറഞ്ഞാൽ ഏതറ്റം വരെ തരം താഴാനും ചില ഓൺലൈൻ മീഡിയാസ് മടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ സാഹചര്യത്തിൽ അവർക്ക് കുറച്ചുകൂടെ ബോധം ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മനാഫിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒന്നേ പറയാനുള്ളൂ, കമൻ്റ് ഇടുന്നവരും വിമർശിക്കുന്നവരും വിമർശിച്ചോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഈ വിവരദോഷികളെയും ഈ വിമർശിക്കുന്നവരെയും ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ മനാഫ് മുന്നോട്ട് പോകും. മനാഫിനോടൊപ്പം കേരളത്തിലെ നല്ലവരായ അർജുനെ ജീവന് തുല്യ സ്നേഹിക്കുന്ന, അർജുനെ നെഞ്ചോട് ചേർക്കുന്ന, സ്വന്തം കൂടപ്പിറപ്പായി കാണുന്ന, മകനായി കാണുന്ന, സഹോദരനായി കാണുന്ന നിരവധി പേർ ഒപ്പമുണ്ട് എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം.